ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മിക്സിയിലടിച്ച് വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കാണ്. ഇത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗ്രാമ്പൂ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, കൂടുതൽ നല്ലതാണ്. ഞാനിപ്പോൾ അരിക്കുന്നൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ പട്ട പൊടിച്ചത് മാത്രം ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രാമ്പൂ മാത്രം ഉള്ളെങ്കിൽ ഗ്രാമ്പൂ പൊടിച്ചത് മാത്രം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പീൽ ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയൊരു ക്യാരറ്റും പിന്നെ ഒരു ചെറിയ ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ മധുരത്തിനുള്ള പഞ്ചസാര 1/2 കപ്പ് മുഴുവനായിട്ടും എടുത്തിട്ടില്ല, 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാകും. പിന്നെ 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒരു 1/2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇട്ട് അടിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മാറ്റിച്ചിരുന്ന പൊടികളെല്ലാം ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു പരുവാണ് നമുക്ക് കിട്ടുന്നത്, കുറച്ച് തിക്കായിട്ടിരിക്കും. പിന്നെ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഇപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പഴയ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാനിതൊന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 170 ഡിഗ്രിയിൽ ഒരു 40 to 50 മിനിറ്റ് വരെ ഇതിൻ്റെ ബേക്കിംഗ് ടൈം വരാം. ഒരു 35 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ആയിട്ടില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. അപ്പോൾ എനിക്കിവിടെ ഒരു 40 മിനിറ്റിലാണ് ആയിട്ട് കിട്ടിയത്. മുകൾ വശം ചെറുതായിട്ടൊന്ന് വിണ്ട് കയറിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അടിപൊളി ടേസ്റ്റി കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഈ കേക്ക്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. പെട്ടെന്ന് തന്നെ മിക്സിയിലോട്ടെല്ലാം കൂടി ഇട്ട് അടിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ ടീ കേക്കായിട്ടൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റാണ്. കാരണം നമ്മളിത് ക്യാരറ്റ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കഴിക്കാനും. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പമാണ്, ആർക്കും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.